ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹോൾട്ടറിനൊക്കെ ക്രോപ്പ് ടോപ്പാണ്, ബാക്ക് ടൈഡാണ്. ഇക്കത്ത് ക്ലോത്തിലാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ട്രെൻഡിങ് ആണ്, നമുക്ക് ബീച്ച് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു 1/2 മീറ്റർ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. അത് രണ്ടാക്കി മടക്കി വെച്ചു. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അത് നേരെ നീട്ടി വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഇങ്ങനെ സെപ്പറേറ്റാക്കി വരച്ചു കൊടുക്കുന്നത് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനാണ് കേട്ടോ. ഇനി താഴോട്ട് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ടോപ്പിൻ്റെ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 11 ഇഞ്ചാണ് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നേരെ നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 7 ഇഞ്ചാണ് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴോട്ട് എഗെയിൻ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോയിൻറ്റ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 9 ഇഞ്ചാണ് ചെസ്റ്റിന് വേണ്ടി സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള എത്രയാണോ നമുക്ക് നെക്ക് വേണ്ടത് അതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിനായിട്ട് ഇവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സെൻറ്ററിൽ നിന്ന്. ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ഷോൾഡറിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. വീഡിയോയിൽ കാണാൻ അതേപോലെ തന്നെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി താഴത്തോട് നെക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് ഓൾറെഡി 3 ഇഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് നെക്ക് വരച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഡാർട്ട് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എഗെയിൻ ഒരു 1.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് മുകളിലോട്ട് നമ്മളൊരു 4 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ഇഞ്ച് നമ്മുടെ ആം ഹോളിൻ്റെ അവിടെയും പിന്നെ നെക്കിൻ്റെ അവിടെയും എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി ഈ 2 ഡാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ നമ്മൾ ലൈനിങ് കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിൽ ഇതേപോലത്തെ ഡാർട്ട് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. നമ്മൾ മെയിൻ ക്ലോത്തിൽ ഡാർട്ട് സ്റ്റിച്ച് ചെയ്യുക, അതേപോലെ തന്നെ ലൈനിങ്ങിലും ഡാർട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുക, അതുപോലെ തന്നെ ആം ഹോളും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ലൈനിങ്ങിനെ ഡാർട്ട് സ്റ്റിച്ച് ചെയ്തു, നമ്മുടെ മെയിൻ ക്ലോത്തിനെ ഡാർട്ട് സ്റ്റിച്ച് ചെയ്തു, നെക്ക് സ്റ്റിച്ച് ചെയ്തു, ആം ഹോൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ആം ഹോളിൻ്റെ അവിടെ ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കാം. നെക്കിൻ്റെ ആ പോർഷൻ കട്ട് ചെയ്ത് സെൻറ്ററത്തെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ ഇത് നമ്മൾ മറിച്ചിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ എഡ്ജിലൂടെ സ്റ്റിച്ച് കൊടുക്കുക, പിന്നെ ആം ഹോളിൻ്റെ എഡ്ജിലൂടെ കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം. ഇനി ടോപ്പിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്യാം, എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അത് ബ്ലാക്ക് ആയതുകൊണ്ട് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഡബിൾ ഫോൾഡ് ചെയ്ത് നോർമലായി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്യാം, ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അടിവശം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി നമുക്ക് ടൈ വെച്ച് കൊടുക്കണം നെക്കിൽ. അതിനായിട്ട് 20 ഇഞ്ച് ലെങ്ത്തുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 എഡ്ജ് വശത്ത് നമ്മൾ 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ക്ലോത്തിൻ്റെ 2 എഡ്ജ് വശത്തും ഇങ്ങനെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ അതേ നമ്മൾ 2 വശം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെക്കിലേക്ക് വെച്ച് കൊടുക്കണം എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാനിതേ ആദ്യം നെക്ക് മറച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭാഗത്താണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അത് ആദ്യം ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അപ്പുറത്തെ വശം ഫോൾഡ് ചെയ്യുമ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്യണ പോലെയാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ചെറിയ പോർഷൻ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ മൊത്തം കവർ ചെയ്യണ രീതിക്കാണ് നമ്മൾ ഈ ടൈ വെച്ച് കൊടുക്കുന്നത്. എന്നാൽ പിന്നെ എക്സ്ട്രാ നമുക്ക് വേറെ സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യമില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ 2 നെക്കും ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ എഡ്ജ് വരെ ഇങ്ങനെ ഒരു ഡബിൾ ഫോൾഡിങ് മെത്തേഡ് വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് കവർ ചെയ്യണ പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതേ നമ്മൾ 2 ടൈം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ചെയ്തിട്ട് എടുക്കണം. ഇനി ബാക്ക് പോർഷൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ബോഡിയുടെ സൈഡിൽ എത്ര വീതി ഉണ്ട് നോക്കുകയാണ്. 4.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിക്കുന്നത്. നമ്മൾ ടോട്ടൽ 6.5 ഇഞ്ചിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ 1 ഇഞ്ചും മുകളിൽ 1 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കി 4.5 ഇഞ്ച് കിട്ടും. വീഡിയോയിൽ കാണാം അതേപോലെ തന്നെ. എന്നിട്ട് ഇത് നേരെ നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് മുകളിലത്തെ പോർഷൻ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അതേപോലെ തന്നെ താഴത്തെ പോർഷൻ നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം.
ഇനി നമ്മൾ 2 എഡ്ജ് വശത്തും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ പോർഷൻ നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഈ ക്ലോത്തിൻ്റെ ലെങ്ത്ത് പറയാൻ വിട്ടുപോയി. 19.5 ഇഞ്ചാണ് എടുത്തത്. എനിക്ക് അത്രേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് അത്ര എടുത്തു. അതിൽ കൂടുതൽ കിട്ടുക വെച്ചാൽ നമുക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. എനിക്ക് ഇത്രേ ബാക്കിയൊന്നുള്ളത് കൊണ്ടാണ് ഇത്ര എടുത്തത്. താഴെ 2 വശത്തും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലോത്ത് ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് ഇതേ നമ്മൾ ബോബിൽ ഇലാസ്റ്റിക് ചുറ്റി എടുക്കുവാണ്. അങ്ങനെയാണ് നമ്മൾ നോർമലി ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ, അതുകൊണ്ട് ഞാൻ ഇത് എക്സ്ട്രാ കാണിക്കുന്നില്ല. ബോബിൽ ഇങ്ങനെ ഇലാസ്റ്റിക് ചുറ്റി എടുക്കുക, എന്നിട്ട് ബോബിൻ വെച്ച് കൊടുക്കുക. നമ്മൾ എന്നിട്ട് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ അരേഞ്ച് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് അതിലൂടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ കാണാത്തവർക്കുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എങ്ങനെയാണ് സ്മോക്ക് ടോപ്പ് ചെയ്തിട്ട് എടുക്കുകയെന്ന്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആ അരേഞ്ച് വിട്ടതിന് ശേഷം വേണ്ട നമ്മൾ സ്മോക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിവിടെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ കിട്ടുള്ളൂ നമുക്ക്. ഇലാസ്റ്റിക് വെച്ചുകൊണ്ടാണ് ഇത് ഇത്രയും ചുരുങ്ങി പോകുന്നത്. എന്നിട്ട് ഇതേ നമ്മൾ 2 സൈഡിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ അപ്പുറത്തെ സൈഡിൽ പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ടിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ നന്നായിട്ട് വലിയും, നല്ല ടൈറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മുടെ ബാക്ക് ടൈഡ് ഹാൾട്ടറിനേക്ക് ക്രോപ്പ് ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ടു നെക്സ്റ്റ് വീഡിയോ. ബൈ.